എൻ്റെ പേര് ജീൻ എന്നാണ്. മുളന്തുരുത്തിയാണ് സ്വദേശം. ഞാൻ ഒരു ബൈ പ്രൊഫഷൻ ഒരു കോൺട്രാക്ടറാണ്. PWD വർക്കുകളൊക്കെ ചെയ്യുന്നു. എൻ്റെ ഭാര്യ ടിൻറ്റു, പുള്ളിക്കാരത്തി തൃപ്പൂണിത്തുറ സ്വദേശിയാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അപ്പോൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു നല്ലൊരു ഭവനം കൺസ്ട്രക്ട് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഞങ്ങളത് ആദ്യം മുതൽ തന്നെ ലിഖായിട്ടാണ് ഞങ്ങൾ അസോസിയേറ്റ് ചെയ്ത് പല കാര്യം ഡിസൈൻ മുതൽ ആദ്യം പ്ലാൻ ഞങ്ങൾ വരച്ചു. ബാക്കിയുള്ള എക്സ്റ്റീരിയർ, ഇൻറ്റീരിയർ, അതുപോലെ തന്നെ എല്ലാ കബോർഡ് ഡിസൈൻ എല്ലാം അവരായിട്ടായിരുന്നു ലിഖായിട്ടാണ് അസോസിയേറ്റ് ചെയ്ത് ആദ്യം മുതൽ ചെയ്തായിരുന്നു. ആദ്യം മുതലുള്ളൊരു ഞങ്ങളുടെ ഒരു 1.5 വർഷത്തെ ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് എലിവേഷൻ എങ്ങനെ വേണം, അതിൽ എലിവേഷന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്തായിരിക്കണം, അതിൽ ക്ലാഡിങ് സ്റ്റോണ്, അതുപോലെ തന്നെ നമ്മൾ ടൈല് വേണോ, അതുപോലെ നാച്ചുറൽ സ്റ്റോൺ വേണോ, അതുപോലെ മുറ്റത്തിടുന്ന ടൈല് മുതൽ അവരോട് ചോദിക്കാത്ത കൺസൾട്ട് ചെയ്യാത്ത ഞങ്ങൾ ചെയ്യാത്തൊരു കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ 1.5 വർഷത്തെ ഒരു ഇൻട്രാക്ഷനിൽ വളരെ നല്ലൊരു ഫീഡ്ബാക്കാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവർ രണ്ടുപേരും ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. പല ദിവസങ്ങളിൽ ഞങ്ങൾ രാത്രി ഒരു 8 o'clock സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് അപ് ടു 11 o'clock വരെയൊക്കെ ഞങ്ങൾ ഡിസ്കഷൻ നീണ്ടുപോയിട്ടുണ്ട്. കാരണം ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി അത്രയ്ക്കും ഇഫോർട്ട് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതൊരു നല്ലൊരു പോസിറ്റീവ് സൈനായിട്ട് എനിക്ക് തോന്നി. നമുക്ക് എന്ത് കാര്യത്തിനും ചോദിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങളുടെ വർക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 1 year കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കസ്റ്റമർ ഫീഡ്ബാക്കും അതുപോലെ തന്നെ ആഫ്റ്റർ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടുള്ള സർവീസും നല്ലതാണ്. ഈ ലിഖിൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ട് നമുക്ക് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഇനീഷ്യലി തന്നെ നമ്മുടെ ലൈറ്റ് പോയിൻറ്റ്സും അതുപോലെ തന്നെ ഫർണിച്ചർ പോയിൻറ്റ്സും ഫൈനലൈസ് ചെയ്തായിരുന്നു. ഫൈനലൈസ് ചെയ്തുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഒത്തിരി സ്പേസ് പ്ലാനിങ്ങിൽ നമുക്ക് ഒത്തിരി എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റി. കോസ്റ്റ് കട്ടിങ് കൊണ്ട് സംഭവം, കാരണം റീവർക്ക് വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒത്തിരി റീവർക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റി. ഇവരുമായിട്ടുള്ള അസോസിയേഷൻ ഇവർ ഒരു നല്ല എക്സ്പീരിയൻസ്ഡ് ആൾക്കാരാണ് ശരിക്കും. ശരിക്കും ഇവരുടെ റെഫറൻസ് വന്ന് തന്നെ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ നിന്നായിരുന്നു. ഒരു ഹാർഡ്ലി 300 meters അപ്പാർട്ടാണ് അവർ വീട് വെച്ചേക്കുന്നത്. അപ്പോൾ അവരുടെ ഇതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ട് ഹൗസാണ്. അത് കണ്ട് ഞാനത് വിസിറ്റ് ചെയ്തു. അതിനുശേഷം അവരുടെ റെഫറൻസിന് ശേഷമാണ് ഇവരെ വന്ന് കോൺടാക്ട് ചെയ്യുന്നതും ഇവർക്ക് വർക്ക് ചെയ്യിപ്പിക്കുന്നതും. ഒരു 1.5 yearsലെ ഞങ്ങളുടെ ബന്ധത്തിൽ വളരെ എനിക്ക് ഒരു കുറ്റം പറയേണ്ടതോ അല്ലെങ്കിൽ അവരായിട്ടുള്ളൊരു മോശം അഭിപ്രായം വരേണ്ട രീതിയിലൊന്നുമില്ല. പ്രക്ഷോഭമായാലും സുറുമിയായാലും എന്ത് നമ്മൾ പറഞ്ഞാലും അത് ആ സെൻസിൽ ഉൾക്കൊണ്ടിട്ട് നമുക്കതിനുള്ള ഔട്ട്പുട്ട് തരാൻ അവർക്ക് അത് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കിച്ചൻ്റെ സ്പേസ് അറേഞ്ച്മെൻറ്റ് ലിഖിൻ്റെ സജഷൻ എടുത്തിട്ടാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത്. ഹുഡ് ആൻഡ് ഹോബിൻ്റെ ഡിസൈൻ, ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, ഇൻബിൽട്ട് ഓവൻ, ടോൾ യൂണിറ്റ്, അങ്ങനെ എല്ലാ നമുക്ക് ആക്സസറീസ് എവിടെയൊക്കെ അറേഞ്ച് ചെയ്യണം എന്നുള്ളതിൻ്റെ സജഷൻ ലിഖിൻ്റെ സൈഡിൽ നിന്നാണ് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത്. അതുപോലെ ടാൻഡം ബോക്സും ബോട്ടിൽ പുൾ ഔട്ടും ഒക്കെ ഏത് സൈസിൽ വേണം, നമ്മുടെ സ്പേസിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് അത് അറേഞ്ച് ചെയ്തതൊക്കെ ഇവരുടെ സജഷൻ വെച്ചിട്ടാണ്. വീട് വയ്ക്കുമ്പോൾ നമുക്കുള്ളൊരു ഏറ്റവും വലിയ കൺഫ്യൂഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യു ഹാവ് ടു ചൂസ് ദ റൈറ്റ് പേഴ്സൺ ഫോർ ദ റൈറ്റ് വർക്ക്. അപ്പോൾ ആ ഒരു കെയർ ഓഫിൽ വെച്ച് നമുക്ക് ഇവരെ എക്സ്പീരിയൻസ് വെച്ചൊക്കെപ്പോഴും നമുക്ക് ഇവരെ 100% നമുക്ക് വിശ്വാസത്തോടെ ആരുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. കാരണം എൻ്റെ എക്സ്പീരിയൻസ് അതായിരുന്നു. ആരെയും അങ്ങനെ മുഷിപ്പിക്കില്ല. അവർക്ക് ലിസൺ ചെയ്യാനുള്ളൊരു മനസ്സുണ്ട്, അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ളൊരു ഇതുണ്ട്. അതുപോലെ തന്നെ ക്ലയൻറ്റിനെ കൺവിൻസ് ചെയ്യാനും അവരുടെ നല്ല ഓപ്ഷൻസ് കൊടുക്കാനും. അപ്പോൾ ഞാൻ അവർക്കൊരു നല്ലൊരു താങ്ക്സ് പറയുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും അവരുടെ സർവീസസ് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു ചാൻസും കൂടെ ഇതിലൂടെ കൊടുക്കുന്നു. ഞങ്ങളുടെ വീട് വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും ഇൻറ്റീരിയേഴ്സ് അവർക്ക് ഒത്തിരി ഇഷ്ടമാവാറുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവർക്കും ലിഖിൻ്റെ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.